ഹേ ഗൈസ് നമസ്കാരം. കുറേ കമന്റ്സ് വരുന്നുണ്ട്. എനിക്ക് കമന്റ്സ് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എസ്പെഷ്യലി ഞാൻ വീട്ടമ്മമാരോടാണ് പറയുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് viber.good. അപ്പം യൂട്യൂബിൽ ഇങ്ങനെ കുറേ കമന്റ്സിന്റെ ഇടയിൽ നിങ്ങളുടെ കമന്റ്സ് വരുമ്പോൾ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്നോട് സംസാരിക്കണം എന്നുള്ളൊരു DM-ൽ ഈ viber.good എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിന്റെ DM-ൽ മെസ്സേജ് ഇടുക. വിൽ ടോക്ക്. ഓക്കെ. അപ്പം ഇവിടെ റീ എൻട്രി പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആക്ച്വലി നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ വലിയ തരക്കേടില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നെഗറ്റീവ് ഒന്നും ഇല്ലാതെ പുറത്തിറങ്ങിയവർ രണ്ടാമത് കയറിയിട്ട് നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് ഇറങ്ങിയ രണ്ടുപേര് കയറിയിട്ട് നല്ല രീതിയിൽ പോസിറ്റീവായി. അഭിശ്രീ ഒനീല് ഒക്കെ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നു കേട്ടോ. ഈവൻ പക്ഷെ ഞാനിവിടെ രണ്ടുപേരെ സംസാരിക്കുന്നത്, ഒന്ന് മസ്താനി ആൻഡ് ലക്ഷ്മിയാണ്. അതിൽ എസ്പെഷ്യലി ലക്ഷ്മിയാണ് ഞാൻ സംസാരിക്കുന്നത്. ലക്ഷ്മി അകത്ത് പോയിട്ട് നല്ലൊരു മെന്റൽ സപ്പോർട്ടാണ് അനുമോൾക്ക് കൊടുത്തത്. അതിന്റെ ഉള്ളിൽ കറന്റ്ലി നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ്, എങ്ങനെ ഇതിനെ ടേക്കപ്പ് ചെയ്യണം, എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, 2 ഡേയ്സും കൂടി ഉള്ളൂ, മാക്സിമം പീസ്ഫുൾ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അവര് പറഞ്ഞ ഒരു കാര്യം നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്തു. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടും ലൈഫ് ഉണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടും ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ആ ലൈഫ് ടേക്കപ്പ് ചെയ്യണം, ഹെഡപ്പ് ചെയ്യണം, ഫേസ് ചെയ്യണം എന്നുള്ളൊരു സാധനം കൊടുത്തു. അപ്പൊ അതിന്റെ അകത്ത് വന്നിട്ട് ഞാൻ ധീര വനിത എന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി തിരിച്ചു വന്നിട്ട് മൊത്തം മെസ്സാവുന്നതല്ല. ശരിക്കും പുറത്തെ ലൈഫിൽ ഫേസ് ചെയ്ത് ഒറ്റയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി സ്ട്രഗിൾ ചെയ്ത് വരുന്നവർക്കാണ് ഇങ്ങനത്തെ ഉപദേശങ്ങളും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുള്ളൂ. അത്യാവശ്യം കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ലക്ഷ്മി ഇറങ്ങിയെന്നുണ്ടെങ്കിലും രണ്ടാമത് കയറിയപ്പോൾ ലക്ഷ്മി നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് അനുമോൾക്ക് കൊടുത്തത്. അതിൽ അനുമോളെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയും ഓക്കെ ടേക്ക് യുവർ ഓൺ ടൈം, ഞാൻ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ അനുമോള് ചോദിക്കുന്നുണ്ട് ഇപ്പൊ പോവില്ലേ എന്നുള്ളത്. അത് അനുമോളുടെ ഒരു നിസ്സായാവസ്ഥയാണ് അനുമോൾ അവിടെ ചോദിച്ചത്. അപ്പം ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ പോവും, ഒരാളെ നോക്കിയിരിക്കണ്ട, ഒരാളും വന്ന് എന്തും ചെയ്യുന്നു വിചാരിക്കണ്ട, ഒറ്റയ്ക്ക് നിന്ന് ഫേസ് ചെയ്യുക തന്നെ വേണം, ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോവുകയും പോകും, ഒരാളും ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ ഒരു സപ്പോർട്ട്, മെന്റൽ സപ്പോർട്ട് അനുമോൾക്ക് കൊടുക്കുകയുണ്ടായി. അപ്പം എനിക്കത് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഇവരൊക്കെ പുറത്തിറങ്ങിയിട്ട് ഇപ്പൊ അഭിശ്രീ ആണെങ്കിലും ഒനീലും ഒക്കെ ആണെങ്കിലും ഇവ ലക്ഷ്മി ആണെങ്കിലും എല്ലാവരും ഉണ്ട്. ഞാൻ ലക്ഷ്മിക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. അവർ പുറത്തിറങ്ങിയിട്ട് അവരുടെ ഗെയിം അവർ വിടുകയും ചെയ്തു, അവർക്ക് ഗെയിം എന്താണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെയാണ് കയറിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റർലി ഡിഫറെന്റ് തന്നെയാണ്. അനുവിന് ആ സമയത്ത് അത് ഭയങ്കര ഹാപ്പി ഫീൽ കൂൾ ആയിട്ടുണ്ടാവും. കാരണം അത്രയും കത്തിയിരിക്കുന്ന സമയത്ത് സാരില്ല, കരഞ്ഞുകൊണ്ടിരിക്കണ്ട എന്ന് പറഞ്ഞ് ഇവരുടെ അറ്റാക്കിംഗ് മൈൻഡാണ്. അപ്പൊ അത് ഇങ്ങനെ ടേക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി നല്ല രീതിയിൽ സപ്പോർട്ടാണ് കൊടുത്തത്. അതെനിക്കിവിടെ പറയണം തോന്നി, സംസാരിക്കണം തോന്നി. കാരണം ആ ഒരു മെന്റൽ സപ്പോർട്ട് അവിടെ കയറിയവരിൽ ഈ ലക്ഷ്മിയാണ് ഏറ്റവും കൂടുതൽ കൊടുത്തത്. അത് അനുമോളുടെ അടുത്ത് ഇരുന്ന് സംസാരിച്ച് ഓക്കെ ആയിട്ട് ഇരിക്കുന്ന പറയാൻ കാണിച്ച മനസ്സ് അത് നമ്മൾ സംസാരിക്കാൻ തന്നെ വേണമല്ലോ. അപ്പം ആരും മറക്കണ്ട, വീട്ടമ്മമാർക്കും ഈവൻ എബ്രോഡ് ഉള്ളവർക്കാണെങ്കിലും എന്തെങ്കിലും വോട്ടിംഗ് പ്രശ്നം കാര്യങ്ങൾ, അതായത് ഞാൻ കേട്ടു ഇങ്ങനെ അവർക്ക് എബ്രോഡ് നമ്പർ ആയതുകൊണ്ട് ഇന്ത്യൻ നമ്പറിൽ വെച്ച് വോട്ട് ചെയ്യാൻ പ്രശ്നങ്ങൾ, അത് വോട്ടിംഗ് കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല, അറിയാലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂട്യൂബിൽ കുറേ മെസ്സേജസ് കുറേ കാര്യങ്ങൾ വരുമ്പോൾ എനിക്കത് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ viber.good എന്നുള്ള പേജിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ എബ്രോഡുള്ള അനുവിനെ ഇഷ്ടപ്പെടുന്ന വീട്ടമ്മമാർക്കാണെങ്കിലും നമുക്ക് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു.